ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻ ദി എറ്റിക്. ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് സ്പിൽമാൻ. അതായത് നമുക്കറിയാം ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് സ്പിൽമാന്റെ മെമ്മോയർ ആണ്, അതായത് ഓർമ്മക്കുറിപ്പാണ്. സോ ആ ഒരു സ്പിൽമാന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാൻ. ഏകദേശം നമ്മുടെ എക്സാമിന് 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാണ്. കൂടാതെ ഈ ഒരു വീഡിയോ പരമാവധി ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കഥാപാത്ര നിരൂപണമാണ്. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ചിലതാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കഥാപാത്രം ഏത് പാഠഭാഗത്തിലാണ് ഉള്ളത്, ആ ഒരു പാഠഭാഗം എന്താണ്, ആ പാഠഭാഗം ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. കൂടാണ്ട് ഈ ഒരു കഥാപാത്രം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്, ഈ ഒരു കഥാപാത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, ഈ ഒരു കഥാപാത്രം ആ ഒരു പാഠഭാഗത്തിൽ എന്ത് പ്രാധാന്യമാണ് വഹിക്കുന്നത്, ഈ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഈ ഒരു കഥാപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ചില ഇൻസിഡൻസ്, ഈ ഒരു കഥാപാത്രം പറഞ്ഞിട്ടുള്ള ചില ഡയലോഗുകൾ, ഈ ഒരു കഥാപാത്രത്തെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ ഒരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു കഥാപാത്രം എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും എഴുതാൻ വിട്ടുപോകരുത്. കാരണം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളൊരു കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് നോക്കാം സ്പിൽമാന്റെ കഥാപാത്ര നിരൂപണം. Vladislav Spilman, the narrator of In the Attic, is a person who shows great courage, patience, and the will to live. വ്ലാഡിസ്ലോ സ്പിൽമാൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇന്ത്യ അറ്റിക് എന്ന് പറയുന്ന പാഠഭാഗത്തില് അതിൽ നെറേറ്റർ ആണ്. അതായത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഇന്ത്യ അറ്റിക് എന്ന് പറയുന്ന പാഠഭാഗമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എന്താണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം കറേജ് കാണിച്ചിട്ടുള്ള, ഒരുപാടധികം ധൈര്യം കാണിച്ചിട്ടുള്ള, ഒരു ക്ഷമ നടത്തിയിട്ടുള്ള, ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഹി വാസ് എ ടാലന്റഡ് പിയാനിസ്റ്റ്, ബട്ട് ഡ്യൂറിങ് ദി ഹോളോകോസ്റ്റ് ഹി ഹാഡ് ടു ഫേസ് ടെറിബിൾ സഫറിങ്. അദ്ദേഹം എന്താണ്, വളരെയധികം ടാലൻ്റ് ഉള്ള ഒരു പിയാനോ വായിക്കുന്ന വ്യക്തിയാണ്. ബട്ട് ഡ്യൂറിങ് ദി ഹോളോകോസ്റ്റ് ഹി ഹാഡ് ടു ഫേസ് ടെറിബിൾ സഫറിങ്സ്. എന്നാൽ ആ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാടധികം യാതനകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വൈൽ ഹൈഡിങ് ഇൻ ദി അറ്റിക് ഹി എക്സ്പീരിയൻസ്ഡ് ഹങ്കർ, കോൾഡ് ആൻഡ് ലോൺലിനെസ്. അതായത് ആ ഒരു എറ്റിക്കിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത്, എറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറത്ത്, ആ ഒരു വീടിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ അവിടെയായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാടധികം വിശപ്പ് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹിസ് ബോഡി ബിക്കെയിം വീക്ക് യെറ്റ് ഹിസ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് റിമെയിൻഡ് സ്ട്രോങ്. അദ്ദേഹത്തിന്റെ ശരീരം വളരെയധികം അവശത കാണിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ആത്മാവും എന്നും ശക്തമായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. What makes him special is his determination to survive even when death was everywhere. അദ്ദേഹത്തിന്റെ ചുറ്റിലും മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ജീവിക്കണം, ഈ പ്രതിസന്ധി എനിക്ക് കടക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ എന്താണ് വ്യത്യസ്തനാക്കുന്നു. His words, "I had to be alone to live," show how wisely he understood the dangers around him. അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം എന്താണ് ദയനീയമാണ് അദ്ദേഹത്തിന് ചുറ്റിലുമുള്ള അവസ്ഥ എന്ന്. സ്പിൽമാൻ വാസ് നോട്ട് ഓൺലി ബ്രേവ് ബട്ട് ഓൾസോ കൈൻഡ് ഹാർട്ടഡ്. അദ്ദേഹം വെറും ധീരൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്തുണ്ട്, നല്ലൊരു മനസ്സിനുടമ കൂടിയാണ് അദ്ദേഹം. ഈവൻ വെൻ ഹി സഫേർഡ് ഹി ഡിഡ് നോട്ട് ലൂസ് ഹിസ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി. അദ്ദേഹം അത്രയധികം യാതനകൾ അനുഭവിച്ചപ്പോഴും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ എന്താണ് ഹ്യൂമാനിറ്റിക്ക് നമ്മൾ പറയുന്ന വാക്ക് എന്തായിരുന്നു, മാനുഷിക പരിഗണന അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും വിട്ടുകളഞ്ഞിട്ടില്ലായിരുന്നു. When a German officer found him, he first thought he would be killed. ആദ്യം ആ ഒരു ജർമ്മൻ സോൾജർ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മുടെ സ്പിൽമാൻ കരുതിയിരുന്നത് സ്പിൽമാനെ ആ ഒരു ജർമ്മൻ സോൾജർ വധിക്കുമെന്നായിരുന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഫിയർ ഓർ ആംഗർ ഹി ട്രസ്റ്റഡ് ദി ഓഫീസേഴ്സ് കൈൻഡ്നെസ് ആൻഡ് ആക്സെപ്റ്റഡ് ഹിസ് ഹെൽപ്പ്. എന്നാൽ ആ ഒരു ഭയം അദ്ദേഹം കാണിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ജർമ്മൻ സോൾജറിനോട് ദേഷ്യപ്പെടുന്നതിന് പകരം ആ ജർമ്മൻ സോൾജറിനെ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ആ ജർമ്മൻ സോൾജറിനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ജർമ്മൻ സോൾജറിന്റെ സഹായം അദ്ദേഹം സ്വീകരിച്ചു.
ദിസ് ഷോസ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു സീ ഗുഡ്നെസ് ഈവൻ ഇൻ ആൻ എനിമി. ഇതെന്താണ് നമ്മളോട് കാണിച്ചു തരുന്നത്? ഇതെന്താണ് നമ്മളോട് പറയുന്നത്? ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? അതായത് സ്വന്തം ശത്രു ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ശത്രുവിടെ മനസ്സ് കാണാനുള്ള ഒരു ഇത് ആർക്കുണ്ട്? സ്പിൽമാൻ ഉണ്ട്. He was also very thankful as he never forgot the compassion shown to him by the officer. ആ ഒരു സ്പിൽമാൻ എപ്പോഴും ആ ഒരു ജർമ്മൻ ഓഫീസറിനോട് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. കാരണം എന്താണ്? ആ ഒരു ജർമ്മൻ സോൾജർ ചെയ്തിട്ടുള്ള ആ ഒരു സഹായം, ആ ഒരു കമ്പാഷൻ, ആ ഒരു സഹായം, ആ ഒരു സഹായ കരങ്ങൾ ഒരിക്കലും സ്പിൽമാൻ മറക്കില്ല എന്നാണ് പറയുന്നത്. ഹിസ് പേഷ്യൻസ്, ഹോപ്പ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത് ഹെൽപ്ഡ് ഹിം ടു സർവൈവ് ദി ഡാർക്കസ്റ്റ് പീരീഡ് ഓഫ് ഹിസ് ലൈഫ്. അതായത് സ്പിൽമാൻ്റെ ഏറ്റവും ദുരിതം നിറഞ്ഞ, ഏറ്റവും ഇരുണ്ട ജീവിതഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സമാധാനവും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തിയുമാണ് അദ്ദേഹത്തെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ഷോർട്ട്, സ്പിൽമാൻസ് ക്യാരക്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ സ്ട്രെങ്ത് ആൻഡ് കറേജ്. നമുക്ക് ചുരുക്കത്തിൽ പറയാം, അതായത് ഈ ഒരു സ്പിൽമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് എന്തിൻ്റെ പ്രതീകമാക്കാം? അതായത് മനുഷ്യൻ്റെ ശക്തിയെയും മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് നമുക്ക് സ്പിൽമാനെ കാണാം. ഹി ടീച്ചസ് അസ് ദാറ്റ് ഈവൻ ഇൻ ടൈംസ് ഓഫ് ക്രൂവൽറ്റി, പെയിൻ ആൻഡ് ഡിസ്പെയർ, ഹോപ്പ് ആൻഡ് കൈൻഡ്നസ് ക്യാൻ സേവ് എ പേഴ്സൺ. അതായത് എല്ലായിടത്തും ക്രൂരതകളും വേദനകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും സമാധാനവും കൈൻഡ്നെസ്സും കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നാണ്. ഹിസ് ലൈഫ് ഇൻസ്പയർസ് അസ് ടു റിമെയിൻ സ്ട്രോങ് ആൻഡ് നെവർ ഗിവ് അപ്പ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അതായത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? തളർന്നു പോകരുത്. ഏത് ദുരിതമുള്ള കാലഘട്ടം വന്നാലും, അല്ലെങ്കിൽ ഏത് ഡാർക്കസ്റ്റ് ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ അതിനെതിരെ പോരാടി അതിനെ സർവൈവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണം, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെയാണ്. സോ ഇവിടെ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കഥാപാത്ര നിരൂപണം നിങ്ങളോട് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ഐഡിയ തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാം. സോ സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.